തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഈവനിംഗ് ഒ പി നിർത്തി. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെയാണ് ഒ പി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചത്. ഇതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന രോഗികൾ ദുരിതത്തിലായി. തൃശൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്നിടമാണ് തൃശൂർ ജനറൽ ആശുപത്രി. തൃശൂർ കോർപ്പറേഷൻ നടത്തിപ്പ് ചുമതലയുള്ള ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെ ഈവനിംഗ് ഒ പി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവിധ സമയങ്ങളിലായി 6 ഡോക്ടർമാരുടെ സേവനം ആവശ്യമായ കാഷ്വാലിറ്റിയിൽ നിലവിൽ 2 ഡോക്ടർമാർ മാത്രമാണുള്ളത്. കഴിഞ്ഞ ആഴ്ച വരെ 4 ഡോക്ടർമാർ ഉണ്ടായിരുന്നിടത്ത് 2 പേർ കൂടി സ്ഥലം മാറിപ്പോയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 24 മണിക്കൂറും 100 കണക്കിന് രോഗികളാണ് തൃശൂർ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നത്. അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1 വർഷം മുൻപ് ഈവനിംഗ് ഒ പി പ്രവർത്തനം ആരംഭിച്ചത്. ദിവസേന ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈവനിംഗ് ഒ പിയുടെ പ്രവർത്തന സമയം. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന അത്യാഹിതമല്ലാത്ത രോഗികളെ ഈവനിംഗ് ഒ പിയിലേക്ക് വിടുകയാണ് പതിവ്. ഇതുമൂലം അത്യാഹിത വിഭാഗത്തിൽ തിരക്ക് കുറയ്ക്കാനുമാകുമായിരുന്നു. ഈവനിംഗ് ഒ പി നിർത്തിയതോടെ എല്ലാ രോഗികളും ചികിത്സ തേടി അത്യാഹിത വിഭാഗത്തിലേക്കാണ് എത്തുന്നത്. പോലീസിന്റെ മെഡിക്കൽ മുതൽ അപകടങ്ങളിൽപ്പെടുന്നവർ വരെ ഒരേ സമയം എത്തിക്കുന്നത് തൃശൂർ ജനറൽ ആശുപത്രിയിലേക്കാണ്. അതീവ ഗുരുതരമായിട്ടുള്ള രോഗികളെ മാത്രമായിരുന്നു നേരത്തെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന അത്ര ഗുരുതരമല്ലാത്ത രോഗികളെ പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.